നമ്മൾ ഓൾറെഡി ഈ ഒരു റിസോർട്ടിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. നിങ്ങൾ അതൊന്നും കാണാതെ ആദ്യമായിട്ട് ഈ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ ഐ ബട്ടൺ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ട ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ നാലുകെട്ട് എന്ന് പറയുന്ന കോട്ടേജിൻ്റെ നേരെ ഫ്രണ്ട് സൈഡിലുള്ള മുറ്റത്താണ് നിൽക്കുന്നത്. ഈ ഒരു മുറ്റത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു തുളസിത്താറയൊക്കെ കൊടുത്താൽ കാണാൻ പറ്റും. നമ്മുടെ പണ്ടുള്ള തറവാടുകളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ശീലമുള്ള ആൾക്കാരായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ. ഇനി അതേപോലെ തന്നെ നേരെ ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഈവനിങ് ടൈമിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയറൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നാലുകെട്ടിൻ്റെ വരാന്തയിലാണ്. വരാന്തയ്ക്ക് വളരെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വരാന്തയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ചാര് കസേരയൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ഒരു 3ഓളം ചെയറുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു മിനി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ മാനിൻ്റെ ഒരു 2 സ്റ്റാച്ചു ആണ്. അതിൻ്റെ മുകളിൽ കൊമ്പിന് മുകളിലായിട്ടാണ് ഇവരിത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു മച്ച് എന്ന് പറയും, അല്ലെങ്കിൽ റൂഫിൻ്റെ ഭാഗം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ഇത് അവർ കൊത്തി വെച്ചിട്ടുണ്ട്. ഏകദേശം 52ഓളം ഫ്ലവേഴ്സാണ് അവർ, അതും വ്യത്യസ്തമായിട്ടുള്ള, ഒരേ ഫ്ലവറല്ല, വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവറിൻ്റെ കാര്യങ്ങൾ അവർ ഇതിൽ കൊത്തി വെച്ചിട്ടുള്ളത്. അത് വേറൊരു പ്രത്യേകതയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തേക്കൊക്കെ നോക്കുവാണെങ്കിൽ മരത്തിന് മുകളിലായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റു കൊത്തുപണികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് എന്താ പറയുക, ആന, അതേപോലെ തന്നെ സരസ്വതി, ഗണപതി, ഭഗവതി, അങ്ങനത്തെ ദൈവങ്ങളുടെയും പണ്ടത്തെ രാജാക്കന്മാരെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പല കൊത്തുപണികളും അവരിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതും 200 വർഷം പഴക്കമുള്ള ഡോറാണ് കേട്ടോ. ഇതും അതേപോലെ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് അവർ അത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു നാലുകെട്ടിൻ്റെ നടുമുറ്റം ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു സംഭവം, ഈ നാലുകെട്ട് എന്ന് പറയുന്നത് ഓൾഡ് ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ആവും. കാരണം അവർ പണ്ട് കൂട്ടുകുടുംബമായിട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു നാലുകെട്ടിലൊക്കെ ആയിരിക്കും താമസിച്ചിട്ടുണ്ടാവുക. പിന്നീട് അണുകുടുംബങ്ങളാകുന്ന സമയത്താണല്ലോ ഓരോരുത്തർ മാറി പോകുന്നത്. അതേപോലെ തന്നെ ഈ കോട്ടേജിൻ്റെ ഉള്ളിലേക്ക് വന്ന സമയത്ത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഈ ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ്. മുറാൾ ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ്. കൃഷ്ണനും രാധയുടെ ഒരു പെയിൻറ്റിങ്സ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഇവിടെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഞാൻ പറയുന്നു, നിങ്ങൾ ഫാമിലി ഗ്രൂപ്പൊക്കെ ആയിട്ട് വരണം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതൊരു ആ ഒരു പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പുതിയ ജനറേഷനോടൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന റൂമും അതിലുള്ള ഫെസിലിറ്റീസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മൾ ഈ റൂമിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാവും ആവശ്യത്തിനുള്ളൊരു സ്പേസ് ഉള്ളൊരു റൂമാണ്. റൂമിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 2 ചെയറും അതേപോലെ തന്നെ ചെറിയ മിനി ടേബിൾ, കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ കൊടുത്തത് കാണാം. പിന്നെ ഇലക്ട്രിക് കെറ്റിലൊക്കെ അവർ പ്ലേസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു മിനി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴയ കാലത്തുള്ള ട്രഷർ ബോക്സ് പോലെ തോന്നിക്കുന്ന രീതിയിലൊരു മിനി ടേബിളാണ്. നിങ്ങൾക്ക് മൊബൈൽ അതേപോലെ തന്നെ ചാർജൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ചാർജിങ് പോർട്ടും അവർ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ബെഡിൻ്റെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ വളരെ നല്ല നീറ്റായിട്ടും പ്രോപ്പറായിട്ടും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് ഒക്കെ വളരെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്ലോറും ഫർണിച്ചേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്താണ്, ഇൻസ്പെക്ഷൻ ചെയ്തതാണ്. എല്ലാം വളരെ നല്ല ഡസ്റ്റ് ഫ്രീ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. പെട്ടെന്ന് നോക്കുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഡോറുകൾ നമ്മൾ കാണില്ല കേട്ടോ. ആക്ച്വലി ഇത് ബാത്റൂമാണ്. ബാത്റൂമൊക്കെ വളരെ നല്ല നീറ്റായിട്ടും പ്രോപ്പറായിട്ടും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടും അവർ ഈ ഒരു റൂം കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വേസ്റ്റ് ബിന്നും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമിലും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് തന്നെ വലിയൊരു മിറർ കൂടെ കൊടുത്തത് നമുക്ക് കാണാൻ പറ്റും. അതിന് പുറമെ നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ലഗേജസോ കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷെൽഫ് യൂസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഇതിൽ വെക്കാൻ പറ്റും. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ റൂമൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ രണ്ടാമത്തെ റൂമിലേക്ക് വരുന്ന സമയത്തും നമ്മൾ ആദ്യം കണ്ടിരിക്കുന്നത് പോലെ തന്നെയുള്ള അതേ സ്പേസും കാര്യങ്ങളും അതേ ഫെസിലിറ്റീസ് ഈ റൂമിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു ടേബിളും കുടിക്കാനുള്ള വെള്ളം, ഇലക്ട്രിക് കെറ്റിലൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനോട് ചേർത്ത് തന്നെയാണ് ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെയറും കൂടെ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ബെഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ബെഡൊക്കെ ആദ്യം കണ്ടിരിക്കുന്നത് പോലെ തന്നെ വളരെ പ്രോപ്പറായിട്ടും നീറ്റായിട്ടും അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ റൂം AC റൂമാണ്. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിൽ പൊതുവേ ലൈറ്റ് കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വെളിച്ചമുണ്ട് താനും. ആ രീതിയിലാണ് കംപ്ലീറ്റ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ റൂഫും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ വാളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കൂടാൻ വർക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള തണുപ്പ് ഇതിനുള്ളിലുണ്ട്. AC നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ക്ലൈമറ്റിനനുസരിച്ച് AC യൂസ് ചെയ്യാം. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ബാത്റൂം ആദ്യം കണ്ടതുപോലെ തന്നെ ആവശ്യത്തിനുള്ളൊരു സ്പേസ് ഈ ഒരു ബാത്റൂമിനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടാപ്പും കാര്യങ്ങളൊക്കെ വളരെ
പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാത്റൂം വളരെ ഡ്രൈ ആയിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പുറത്തായിട്ട് അവരൊരു വേസ്റ്റ് ബിന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ റൂമൊന്ന് കണ്ടുപോകാം. മൂന്നാമത്തെ റൂമും കമ്പാരിറ്റീവ്ലി കുറച്ച് സ്പേസ് കുറവാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുള്ള സ്പേസ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. ബെഡൊക്കെ നോക്കുവാണെങ്കിൽ വളരെ പ്രോപ്പറായിട്ടും നീറ്റായിട്ടും നല്ല രീതിയിലുള്ള ഹൗസ് കീപ്പിംഗ് ആണ്. അത് നല്ലൊരു ഷൗട്ടൗട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ ഈ ഒരു റൂമിലും മറ്റു റൂമുകളിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ടേബിൾ, അത് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വാട്ടർ, പിന്നെ ഒരു മിനി ടേബിളും കാര്യങ്ങളൊക്കെ ഈ റൂമിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയ ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റൂമും AC റൂമാണ്, ഫാനല്ല കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. മറ്റ് റൂമുകളിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഈ റൂമിനും ബാത്റൂം വരുന്നുണ്ട്. ഈ ബാത്റൂമിന് ആവശ്യത്തിലുള്ള വലുപ്പവും അതേപോലെ തന്നെ വളരെ ക്ലീനായിട്ടും നീറ്റായിട്ടും ഡ്രൈ ആയിട്ടും അവർ ബാത്റൂം സൂക്ഷിച്ചിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് വളരെ നല്ല പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 കെട്ട് നമ്മൾ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാം. ടോട്ടൽ 3 റൂംസാണ് വരുന്നത്. എല്ലാം പ്രീമിയം കാറ്റഗറിയിൽപ്പെട്ട റൂമാണ്. റൂമിൻ്റെ എല്ലാ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കംപ്ലീറ്റ് പഴയ തറവാട്ടിലൊക്കെ എങ്ങനെയാണോ റൂം, അതായത് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ കിടക്കുന്ന തരത്തിലുള്ള റൂംസാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടൊന്ന് കാണുക. അതിന് ശേഷം നിങ്ങൾ ഇവിടെ ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങൾ എത്ര അഡൽട്ട് ഉണ്ടെന്നും കുട്ടികളുണ്ടെന്നും കൃത്യമായിട്ടുള്ള എണ്ണവും പിന്നെ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ല ബഡ്ജറ്റിൽ തന്നെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ അടുത്ത കാറ്റഗറിയിൽപ്പെട്ട ഒരു റൂമിന് കണ്ടിട്ട് വരാം.